ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ എടുക്കാനായിട്ട് പോണത് ട്രയൽ ബാലൻസിൻ്റെ ചാപ്റ്ററാണ്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തിയറി പോലെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് നമുക്ക് ഓടിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഈ ചാപ്റ്റർ 1 നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ 1-2 MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺസ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ് എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിയുമല്ലോ. നമ്മൾ ഓരോ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബാലൻസുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആ ഒരു സ്ഥലമാണ് ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്, അക്കൗണ്ട് ബാലൻസുകളുടെ ഒരു ലിസ്റ്റാണ്. കമ്പനിയുടെ ലെഡ്ജറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടേക്കാണ് പിന്നെ ആ ബാലൻസുകൾ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമ്മളിനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താവാനായിട്ട്, കറക്റ്റ് ആവാനായിട്ട്, ആക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ പറയുന്ന ട്രയൽ ബാലൻസിന് മുന്നോടിയായിട്ട് ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അടുത്തത് എന്താണ് ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ഒന്നാമത്തേത്. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലാണ്ട് ഒരു അക്കൗണ്ട് അല്ല. പിന്നെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല അത്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമല്ല. ഓക്കെ, കാരണം വെച്ചാൽ ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറയുന്നത്, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ പപ്പയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിക്കുക, 5 രൂപ കടം വാങ്ങിക്കുകയാണ്, എന്തെങ്കിലും മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുക. അപ്പോൾ എന്താണ്, പപ്പ എനിക്ക് 5 രൂപ തന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് കാശ് വന്നു അല്ലേ. ഞാൻ പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, പപ്പയ്ക്ക് തിരികെ 5 രൂപ കൊടുക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, അതൊരു ലൈബിലിറ്റി പോലെ ഫോം ചെയ്തു. അത് ക്രെഡിറ്റിൻ്റെ ബാലൻസ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷന് 2 സൈഡ് പോലെ വന്നു. അതിനെയാണ്, ആ ഒരു സിസ്റ്റത്തെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള മണി എന്ന് പറയുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള മണിയുടെ ടോട്ടലോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡബിൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൊരു ബേസിക് റൂളാണ് അല്ലേ. നമ്മളെപ്പോൾ മണി ഏൺ ചെയ്യുമ്പോഴും അതുപോലെ മണി നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ എൻട്രി സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് മാച്ചപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്കിങ് ആണ്. ഓക്കെ, അല്ലാതെ അത് നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ റെക്കോർഡിങ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് പറയുന്നത് ആക്ച്വൽ ബുക്സിൽ നിന്നും സെപ്പറേറ്റ് ആണ്. പിന്നെ ഒരു സ്പെസിഫിക് ഡേറ്റിന് അന്നാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്കിത് പീരിയോഡിക്കലി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഇയർ എൻഡിലൊക്കെ. പിന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഡെബിറ്റും ഇതിന് ക്രെഡിറ്റും മാച്ചപ്പ് ചെയ്യണം. പിന്നെ അരിത്മെറ്റിക് ആക്യുറസി ഇത് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ അരിത്മെറ്റിക്കലി ആക്യുറേറ്റ് ആവാനായിട്ട് ഇത് കറക്റ്റാണ്, പക്ഷേ ആബ്സല്യൂട്ട് ആക്യുറസി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗെയിം കളിക്കുകയാണ്. അപ്പോൾ ആ ഗെയിം കളിക്കുമ്പോൾ നമ്മളൊരു കൂട്ടുകാരനായിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മത്സരിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അതിലെ പോയിൻറ്റ്സുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, 2 കൂട്ടുകാരിൽ ആരാണ് വിജയിച്ചത് നമ്മൾ നോക്കുക. കൂടുതൽ പോയിൻറ്റ്സുള്ളവർ ജയിക്കുന്നു, റൈറ്റ്. അപ്പോൾ നമ്മൾ പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആക്യുറസി, അപ്പോൾ അത് അരിത്മെറ്റിക്കൽ ആക്യുറസിയാണ് അല്ലേ. നമ്മൾ കറക്റ്റായിട്ട് എണ്ണി പോയിട്ടുണ്ട്, കറക്റ്റ് എമൗണ്ട് ആണ് ടോട്ടൽ എണ്ണിയപ്പോൾ വന്നത്. എന്നാൽ നേരെ മറിച്ച് എന്താണ് ആബ്സല്യൂട്ട് ആക്യുറസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, നമ്മൾ പോയിൻ്റ് കൊടുത്തു, അതായത് ഞാനും എൻ്റെ കൂട്ടുകാരനും ഗെയിം കളിച്ചു, പക്ഷേ എനിക്ക് കിട്ടേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് അവനാണ് പോയത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, പോയിൻ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് പോയിൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ കറക്റ്റ് ആൾക്കല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ടേംസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറൊരു അക്കൗണ്ടിലേക്കാവും തെറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമ്മുടെ അരിത്മെറ്റിക്കലി ആക്യുറേറ്റ് ആണ്, പക്ഷേ ആബ്സല്യൂട്ട് ആക്യുറസി നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, കാരണം വെച്ചാൽ നമ്മളെ അക്കൗണ്ടൊക്കെ മാറിപ്പോവാം, അതുപോലെ നമുക്ക് ഡെബിറ്റ് എഫക്റ്റ് കൊടുക്കേണ്ടടുത്ത് ക്രെഡിറ്റ് എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിയാക്കേണ്ടി വരും. ഓക്കെ, സോ അതാണ് ഇറ്റ് ഷോസ് അരിത്മെറ്റിക് ആക്യുറസി നോട്ട് ആബ്സല്യൂട്ട് ആക്യുറസി എന്ന് പറയാനായിട്ട് കാരണം. പിന്നെ ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ട്രയൽ ബാലൻസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ലെഡ്ജർ പോസ്റ്റിങ്സ് ചെക്ക് ചെയ്യുന്നു. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റുമായിട്ട്
ഡെബിറ്റും അതുപോലെ ക്രെഡിറ്റ് സൈഡുകളൊക്കെ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇത് അർത്ഥമെറ്റിക് ആക്യുറസി ഉറപ്പുവരുത്തുന്നു, അല്ല കറക്റ്റ് എമൗണ്ട് തന്നെയല്ലേ നമ്മൾ റെക്കോർഡ് ചെയ്തെന്നുള്ള കാര്യം ഉറപ്പുവരുത്താണ്. പിന്നെ നമ്മൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ട്രയൽ ബാലൻസ് നമ്മൾ ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടിയും കൂടാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ബാധിക്കും, കാരണം നമ്മൾ ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ലെഡ്ജറും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലൊരു ലിങ്ക് ആണെന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ലെഡ്ജറിൽ നിന്ന് ബാലൻസ് എടുത്തിട്ട് ഈ ട്രയൽ ബാലൻസിൽ ഇടുന്നു. ഈ ട്രയൽ ബാലൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ലിങ്ക് ആണെന്ന് പറയാം, ഇവർ തമ്മിലുള്ള ലിങ്ക് ആണെന്ന് പറയാം. പിന്നെ അടുത്തത് ട്രയൽ ബാലൻസിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല, പക്ഷേ ഇതിൽ ഡബിൾ എൻട്രി സിസ്റ്റം വേണം. ഓക്കെ, ഓൺലി പോസിബിൾ നമുക്ക് ഈ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോസിബിൾ ആകുന്നത് ഈ ഡബിൾ എൻട്രി സിസ്റ്റം, ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തേത്. അതുകൊണ്ട് ഡബിൾ എൻട്രി സിസ്റ്റം ആവശ്യമാണ്. അത് ട്രയൽ ബാലൻസിൻ്റെ ലിമിറ്റേഷൻ പോലെയാണ് കാണിക്കുന്നത്. പിന്നെ പറയുന്നത് കംപ്ലീറ്റ് ആക്യുറസി ഉറപ്പ് വരുത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അർത്ഥമെറ്റിക് ആക്യുറസി ഓക്കെ, പക്ഷേ അബ്സല്യൂട്ട് ആക്യുറസി നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റില്ല. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം, ഡെബിറ്റും ക്രെഡിറ്റും മാച്ച് ആവാതെ പോവാം, ചില എറേഴ്സുകൾ അതിൽ വരും. ഓക്കെ, അപ്പോൾ എറേഴ്സ് റെക്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അത് നമുക്ക് സെക്ഷൻ നന്നായിട്ട് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അതായിരിക്കും ഈ ട്രയൽ ബാലൻസിന് ഇൻറ്റയർ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ആ സെക്ഷനിലേക്ക് കിടക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ട്രയൽ ബാലൻസിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ട്രയൽ ബാലൻസിൽ ചില എററുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യില്ല. അപ്പം ഈ എററുകളെ പറ്റിയിട്ട്, ഈ എററുകളുമായി റിഗാർഡ് ചെയ്തിട്ടുള്ള എററുകൾ, റെക്ടിഫിക്കേഷൻസ് ഒക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പിന്നീട് പഠിക്കും എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു പോകാം. ആദ്യം തന്നെ എറർ ഓഫ് ഒമിഷൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രി എന്താണ് മൊത്തത്തിൽ മിസ്സാവാണ്. ചിലപ്പോൾ ഒമിഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ ഒമിഷൻ ആവാം, കംപ്ലീറ്റ് ഒമിഷൻ ആവാം, അങ്ങനെയുണ്ട്. ഒമിഷൻ്റെ ഉള്ളിൽ തന്നെ അതായത് നമ്മൾ ഇപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും കൊടുക്കണമല്ലോ, അപ്പോൾ ഡെബിറ്റിൻ്റെ അക്കൗണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു, പക്ഷേ ക്രെഡിറ്റിൻ്റെ അക്കൗണ്ട് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തില്ല, അപ്പോൾ അത് പാർഷ്യൽ ഒമിഷനാണ് അല്ലേ. അപ്പോൾ എറർ ഓഫ് ഒമിഷൻ വരെ നമ്മൾ എഴുതാതെ പോവാം, അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാം, അതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും കറക്റ്റായിട്ടുള്ള നമ്മൾ ഏതെങ്കിലും റോങ് എമൗണ്ട് കറക്റ്റ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്തേക്കുക. ഓക്കെ, നമ്മൾ റോങ് എമൗണ്ട് കറക്റ്റായിട്ടുള്ള അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് എഴുതി കഴിഞ്ഞാൽ അത് എറർ ഓഫ് കമ്മീഷനായിട്ട് മാറി. പിന്നെ എറർ ഓഫ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എൻട്രീസ് ഇടാനായിട്ട്. അപ്പോൾ തെറ്റായിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യില്ലെങ്കിൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ വരും. പിന്നെ വരുന്നത് ആരാണ്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അതായത് നമ്മൾ പരസ്പരം ക്യാൻസൽ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുത്തുകയാണെങ്കിൽ, അപ്പോൾ അതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീപ്ലി എന്ത് ചെയ്യും, ഇതിനെ പറ്റിയിട്ട് നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ്. നമ്മുടെ സ്റ്റഡി മാറ്റിൽ ഇതിനെ പറ്റിയിട്ട് ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പരമാവധി ഷോർട്ടായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ നോട്ടിലും കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കണമെങ്കിൽ നോക്കാം. ഓക്കെ, അടുത്തത് ഇനി നമുക്കുള്ളത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡുകളുണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. ടോട്ടൽ മെത്തേഡ് ഉണ്ട്, ബാലൻസ് മെത്തേഡ് ഉണ്ട്, ടോട്ടൽ കം ബാലൻസ് മെത്തേഡും ഉണ്ട്. ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ എഴുതും, നമ്മൾ പറഞ്ഞില്ലേ ലെഡ്ജറിൽ നിന്നാണ് ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതുന്നത്. അപ്പോൾ ലെഡ്ജറിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡും ടോട്ടലൊക്കെ ചെയ്യില്ലേ, അത് നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതി, ജേർണൽ എൻട്രി യൂസ് ചെയ്ത് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നു. ലെഡ്ജറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡും ടോട്ടൽ ചെയ്യില്ലേ, ടോട്ടൽ എമൗണ്ട്, ബാലൻസ് ക്ലോസിങ് ബാലൻസ് അല്ല, ടോട്ടൽ എമൗണ്ടില്ല, ടോട്ടൽ എമൗണ്ടുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ള അങ്ങനെ എഴുതി വെച്ച് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് ഞാൻ ടോട്ടൽ മെത്തേഡ് എന്ന് പറയുന്നത്. ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ ലെഡ്ജർ അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസുകൾ ഒക്കെ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ടോട്ടൽ കം ബാലൻസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെത്തേഡും ഉണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ 4 കോളങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ടോട്ടൽ മെത്തേഡ് ചെയ്ത പോലെ ടോട്ടലും ബാലൻസ് മെത്തേഡ് പറഞ്ഞ മാതിരി ബാലൻസ് മെത്തേഡും ചെയ്യുക. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബാലൻസ് മെത്തേഡിലാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കോൺസെപ്റ്റുകളിലേക്കാണ്, നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകളിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയണം. ട്രയൽ ബാലൻസിന് നിങ്ങൾക്ക് മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ 2 കോൺസെപ്റ്റുകൾ അറിയണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഡ്രോയിങ്സിന് അല്ലെങ്കിൽ ഡിവിഡൻസിനാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, എക്സ്പെൻസസുകളിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ല, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ്, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, അങ്ങനെ അതുപോലെ തന്നെ. ഓക്കെ, പിന്നെ ഇവർ കുറയാണ്, ഇതൊക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ചെയ്യുന്നു. പിന്നെ ലയബിലിറ്റിക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് അല്ലേ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയും. പിന്നെ റവന്യൂ അല്ലെങ്കിൽ ഇൻകം, ഇതിനൊക്കെ ക്രെഡിറ്റ് ബാലൻസുകളാണ്. പിന്നെ ഒരു മൊത്തത്തിലൊരു അറ്റ് എ ഗ്ലാൻസ് നോക്കുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വരാറ്. ഇതൊക്കെ വരും.
നമ്മുടെ ട്രയൽ ബാലൻസ്. ബട്ട് ഇപ്പോൾ ഇതൊക്കെ കൂടുതൽ വന്നിരുന്നത് നമ്മൾ +1 +2 പഠിക്കുമ്പോൾ ഈ ട്രയൽ ബാലൻസിൻ്റെ കോൺസെപ്റ്റ് പുതിയതായിട്ട് പഠിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വന്നിരുന്നത്. നോക്കി ഒരുപാടുണ്ട്, ഒരു വലിയ ലിസ്റ്റാണ്. ഓക്കെ അപ്പോൾ ഏതാണ് ആ ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ അല്ല, നമ്മുടെ ക്യാറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ +1 +2 പഠിക്കുമ്പോഴാണ് ഇത്ര അധികം കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, കോൺസെപ്റ്റ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കിപ്പോൾ ഇവിടെ തൽക്കാലം ഈ ഒരു കുഞ്ഞൊരു സംഭവം അറിഞ്ഞാൽ മതി. ഇതിനെ ഒന്ന് വലുതാക്കി കാണിച്ചപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈബിലിറ്റീസ് ഉണ്ടാവും അല്ലേ, ഒരുപാട് ലൈബിലിറ്റികൾ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഓരോ എക്സ്പെൻസുകളും അതുപോലെ തന്നെ ഓരോ റവന്യൂ ഇൻകം അങ്ങനെയൊക്കെ കാട്ടിയിട്ടാണ് ആ ഒരു വലിയ ലിസ്റ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തതാണ് ആ ലിസ്റ്റ്. ഫൈൻ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഓക്കെയാണ്. പിന്നെ ട്രയൽ ബാലൻസ് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂഷ്വലി ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിനുള്ളിൽ ഉൾപ്പെടുത്താറില്ല. ഓക്കെ, പക്ഷേ ചില സമയത്ത് ഈ സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രയൽ ബാലൻസിനുള്ളിൽ കാണും ചെയ്യും. ഓക്കെ, അപ്പോൾ അതെന്താണ് അതിൻ്റെ പിന്നിലത്തെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ യൂഷ്വലി എന്ത് ചെയ്യാറില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുത്താറില്ല. അതെന്തുകൊണ്ടാണെന്നും ചില എക്സെപ്ഷൻ കേസുകളും ഉണ്ട് അതിന്. അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ആയിട്ട് പറയുന്നതാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ്. അതാണ് അതിലെ മെയിൻ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും അത് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് ഉള്ള കേസിലാണ് നമുക്കതൊരു ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസിൽ എഴുതുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കിയാലോ. ഇതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായതുകൊണ്ടാണ് ഇതൊക്കെ മുൻകൂട്ടി പറയുന്നത് ഞാൻ. അപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ യൂഷ്വലി ട്രയൽ ബാലൻസിൽ ഉൾപ്പെടുത്താറില്ല. പക്ഷേ അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിക്കണം, സെപ്പറേറ്റ് ലൈനായിട്ട് നമ്മൾ കാണിക്കണം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് സാധാരണ കേസിൽ നമ്മൾ കാണിക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മൾ യൂഷ്വലി സാധാരണ പർച്ചേസസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഡെബിറ്റിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കാം, ഉണ്ടാവാതിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ പർച്ചേസസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ആണ് അല്ലേ. പിന്നെ സെയിൽസും ഇതൊക്കെ നമ്മൾ സാധാരണ പോലെ കാണിക്കും. നോർമൽ സെയിൽസ്, നോർമൽ പർച്ചേസ് ഒക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ സെയിൽസിന് എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്, പർച്ചേസ് ഡെബിറ്റ് ആണ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു അസറ്റ് ആണ് അല്ലേ. ഫൈൻ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ആരംഭത്തിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, ഗുഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് പോരാഞ്ഞ് ഞാൻ ആ വർഷത്തിൽ എക്സ്ട്രാ വാങ്ങിച്ചു. ഇപ്പം എല്ലാം കൂട്ടി രണ്ടും കൂടി കൂട്ടുമ്പോൾ ഇതാണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് നമ്മൾ ആ ഒരു വർഷത്തിൽ ഇത്ര സെയിൽസ് നടത്തി. അപ്പോൾ സെയിൽസ് നടത്തുമ്പോൾ സ്റ്റോക്ക് എന്തായാലും കുറഞ്ഞിട്ടുണ്ടായിരിക്കും ബാക്കി. അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മുടെ നോർമൽ ട്രയൽ ബാലൻസിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എഫക്റ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞില്ലേ. ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് അതിൽ നമ്മൾ സെയിൽസ് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി സോൾഡ് ആവാതെ കിടക്കുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, റൈറ്റ്. സോ ഓൾറെഡി നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എഫക്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു അല്ലേ. ഇനി എന്തുകൊണ്ടാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് വരുമ്പോൾ നമ്മളത് കാണിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു തരാം. അപ്പോൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് അർത്ഥം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ നമ്മൾ പർച്ചേസ് ആഡ് ചെയ്തു, എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തു. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഡെബിറ്റ്, നമ്മൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നു. ഈ അഡ്ജസ്റ്റഡ് പർച്ചേസിനുള്ളിൽ ആരൊക്കെ ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൽ അഡ്ജസ്റ്റഡ് പർച്ചേസ് തന്നിട്ടുള്ള ചോദ്യത്തിൽ നമ്മൾ എന്തായാലും സെയിൽസ് നടത്തും അല്ലേ. അപ്പോൾ സെയിൽസ് നമ്മളിവിടെ ഓൾറെഡി ക്രെഡിറ്റ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോർമുലയിൽ നമ്മൾ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ചെയ്യുമ്പോഴും മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ചെയ്താലും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റിൽ കൊടുത്താലും സെയിം എഫക്റ്റ് അല്ലേ വരുന്നത്. അതായത് ഇവിടെ നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് പർച്ചേസ് ആഡ് ചെയ്തു, ഈ രണ്ടും ഡെബിറ്റാ, സെയിൽസ് ക്രെഡിറ്റാ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റും മൈനസ് ക്രെഡിറ്റ് അല്ലേ വരെ, രണ്ട് ഓപ്പോസിറ്റ് എഫക്റ്റുകളല്ലേ. അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് ആയി പോയില്ലേ. അതുകൊണ്ടാണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ആ ഒരു വാല്യൂ വരുന്നത് അല്ലേ. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ മൈനസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ച പോലെയാണ് ആണല്ലോ. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കുറച്ചു. അപ്പോൾ കുറയ്ക്കുമ്പോൾ എന്തുണ്ടാകുന്നു, അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അഡ്ജസ്റ്റഡ് പർച്ചേസിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റഡ് പർച്ചേസ് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് മൂന്നും ചേർന്നതാണ് എന്ത്, അഡ്ജസ്റ്റഡ് പർച്ചേസ്. ഇത് മൂന്നിൻ്റെയും
അതായത് ഇത് പ്ലസ് ചെയ്ത് ഇത് മൈനസ് ചെയ്ത എമൗണ്ട് ആണ് ഇവിടെ കിടക്കണേന്ന് മാത്രം. ഓക്കെ, ഒറ്റയടിക്ക് നമ്മൾ കാണിച്ചു. ഈ 3 സാധനങ്ങൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാൻ ഇവിടെ ഒറ്റയടിക്ക് കാണിച്ചു. അതാണ് ഈ അഡ്ജസ്റ്റഡ് പർച്ചേസ്. സെയിൽസ് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ എന്തുണ്ടായി? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒരു എഫക്റ്റ് മൊത്തത്തിൽ ഇല്ലാതെയില്ലേ. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് സെയിൽ ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടുന്നു. ഫൈൻ. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്ത് വെച്ചാലോ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന് എഫക്റ്റ് ഇല്ല അല്ലേ. അപ്പോൾ നമ്മുടെ മാച്ചിങ് കോൺസെപ്റ്റ് എന്തായിട്ട് മാറും? അത് സാറ്റിസ്ഫൈഡ് ആവാതെ പോകും. ട്രയൽ ബാലൻസ് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒന്നാമത്തെ നമ്മൾ ഒബ്ജക്റ്റീവിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ എന്താണ്, അത് ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അത് ഞാനിപ്പോൾ കുറച്ച് നാൾ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ട്രയൽ ബാലൻസ് ഈക്വൽ ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതിപ്പോൾ പോയിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ തിയറിറ്റിക്കലി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കും. ട്രയൽ ബാലൻസ് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പക്കയാവും. ട്രയൽ ബാലൻസ് ഈക്വൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എന്താവും? പക്കയാവാതിരിക്കും, അല്ലെങ്കിൽ ബാലൻസ് ആവാതിരിക്കും. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസ് ഈക്വലായി നോക്കും. ഇതാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ്. നമ്മൾ ആദ്യം ലെഡ്ജറൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആകണം. ആയില്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും തെറ്റുകൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ ആ മാച്ചിങ് കോൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ആഡ് ചെയ്യാണ്. അതായത് ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് വെച്ചതിന് വീണ്ടും നമ്മളിവിടെ കൊടുക്കുന്നു. കാരണം ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് പോയത് സെയിൽസ് ഈ സംഭവം ചെയ്യുമ്പോഴേ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എഫക്റ്റ് വരും എന്നാണല്ലോ ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. പക്ഷേ അഡ്ജസ്റ്റഡ് പർച്ചേസിൻ്റെ കേസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളിവിടെ മൈനസ് ചെയ്ത് വെക്കുക. മൈനസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റിന് എഫക്റ്റ് തന്നെയാണല്ലോ. അപ്പം നമ്മളിവിടെ എഫക്റ്റ് വന്ന ക്ലോസിംഗ് സ്റ്റോക്കിനെ കളയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കൊണ്ടുവരണം. സ്റ്റോക്ക് ഒരു അസറ്റും കൂടിയാണല്ലേ. നമ്മൾ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിൽ നമ്മൾ എഴുതണം. സാധാരണ കേസുകൾ ഓൾറെഡി എന്തുണ്ടാവും? ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ടഡ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് എന്താണ്? കോമൺ അഡ്ജസ്റ്റ്മെന്റുകളായിട്ട് പിന്നെ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അക്രൂഡ് റവന്യൂ, അതായത് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിട്ടും എന്നുള്ളതിൽ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷെ ഏൺ ചെയ്തിട്ടുണ്ട്. അക്രൂഡ് എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി കൊടുക്കാനുള്ളതാണ്. എന്തായാലും അത് എക്സ്പെൻസ് ഇൻകർ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല എന്ന് മാത്രം. അക്രൂഡ് എക്സ്പെൻസസ് നമ്മൾ എക്സ്പെൻസിന് കൂടെ ആഡ് ചെയ്യണം. അക്രൂഡ് റവന്യൂ കറസ്പോണ്ടിങ് റവന്യൂയോട് കൂടെ ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് മുൻകൂട്ടി അടിച്ചതാണ്, ഈ അക്കൗണ്ടിങ് പിടിത്തല്ല. മുൻകൂട്ടി അടിച്ചത് നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സ്പെൻസസ് ഒന്ന് മൈനസ് ചെയ്ത് കളയണം. ഡിപ്രീസിയേഷൻ, ബാഡപ്സ്, അങ്ങനെ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? അഡ്ജസ്റ്റഡ് പർച്ചേസസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രയൽ ബാലൻസിൽ കൺസിഡർ ചെയ്യണം. നോർമൽ പർച്ചേസ് ആണെങ്കിൽ പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓൾറെഡി അക്കൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ അഡ്ജസ്റ്റഡ് പർച്ചേസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും പറയാനുള്ളത്. അപ്പോൾ ചില സമയത്ത് ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡായിരിക്കും തരിക പർച്ചേസിന് പകരം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് സംഭവം. അപ്പോൾ ഇത് തന്നെയല്ലേ അഡ്ജസ്റ്റഡ് പർച്ചേസസ് അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നെയല്ലേ അഡ്ജസ്റ്റഡ് പർച്ചേസസ്? ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് പർച്ചേസിന് എഴുതിയത്. അഡ്ജസ്റ്റഡ് പർച്ചേസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സെയിം സംഭവം തന്നെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റനിൽ വീണ്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് തരാണെങ്കിലോ, അതായത് അഡ്ജസ്റ്റഡ് പർച്ചേസസും തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പർച്ചേസസ് തന്നിട്ടില്ല, അഡ്ജസ്റ്റഡ് പർച്ചേസസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റഡ് പർച്ചേസസ് നിങ്ങൾ എന്തായാലും കണക്കിലെടുക്കും, കാരണം വേറെ പർച്ചേസസ് ഇല്ല. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റഡ് പർച്ചേസ് എടുക്കാനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ സെപ്പറേറ്റ്ലി വീണ്ടും കാണിക്കണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. നിങ്ങൾ വീണ്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്ത് എഴുതുമോ? നോ, ബിക്കോസ് ഓൾറെഡി അഡ്ജസ്റ്റഡ് പർച്ചേസസിനുള്ളിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനുള്ളിൽ ഓൾറെഡി ആര് കിടക്കുന്നുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും സെപ്പറേറ്റ്ലി ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഈ കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഓർപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സ്റ്റഡി മാറ്ററിലുള്ളത്. പേര് വ്യത്യാസമുണ്ട്, ഞാൻ നോക്കാനായിട്ട് മറന്നിട്ടുണ്ട്. അപ്പോൾ ഇയേഴ്സും വ്യത്യാസമുണ്ട്, അപ്പോൾ അത് നിങ്ങൾ കണക്കാക്കണ്ട, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഫ്രം ദി ഫോളോയിങ് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസസ് പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഓഫ് മിസ്റ്റർ സെൻ ഫോർ ദ ഇയർ എൻഡ് 31st March 2030. അപ്പോൾ ക്യാപിറ്റൽ 80,000,
അപ്പോൾ നമുക്കിത് ഓരോന്നും പറഞ്ഞു പോവാം. ഓക്കെ, ഏത് സൈഡിലാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു പോവാം. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടല്ലേ ചെറുതായിട്ടുള്ളൂ, അത് പക്ഷെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ക്യാപിറ്റൽ പറഞ്ഞിട്ട് എന്താ 80,000. ക്യാപിറ്റലിൽ ഇത് എവിടെയാണ് വരുന്നത്? ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ. സോ നമ്മൾ 80,000 ക്രെഡിറ്റിലാണ് കാണിക്കുക. അപ്പോൾ ഇത് ഓരോന്ന് പറഞ്ഞു പോവാം. യെസ്, 80,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പിന്നെ വരുന്നത് ആരാണ്? സെയിൽസ് ആണ്. സെയിൽസ് എന്താണ്? നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ്, ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. സോ 10 lakh നമ്മളോട് കാണിച്ചു. ഓക്കെ, പിന്നെ വരുന്നത് ആരാ? അഡ്ജസ്റ്റഡ് പർച്ചേസ്. യെസ്, ദെയർ യു ഗോ. ആദ്യം തന്നെ നമ്മുടെ സ്റ്റഡി മാറ്റുള്ള ക്വസ്റ്റ്യൻ ആണത്. അഡ്ജസ്റ്റഡ് പർച്ചേസ് തന്നിട്ടുണ്ട് 8 lakh. നമുക്ക് വേറെ പർച്ചേസസ് ഒന്നും അവൈലബിൾ അല്ല. സോ വി ആർ ഗോയിങ് ടു ടേക്ക് അഡ്ജസ്റ്റഡ് പർച്ചേസ് 8 lakh. ഫൈൻ. അപ്പോൾ അതും കഴിഞ്ഞു. കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റിനാണ് ₹10,000. അപ്പോൾ നമ്മളത് ഇവിടെ കൺസിഡർ ചെയ്യുന്നു 10,000. ഫൈൻ. പിന്നെ പെറ്റി ക്യാഷ്. പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു എക്സ്പെൻസുകൾ വരില്ലേ, അതിനൊക്കെ നമ്മൾ ഈ പെറ്റി ക്യാഷിനുള്ളിലാണ് പെടുക. അത് എക്സ്പെൻസ് ആണ് അത്. ഓക്കെ, അതാണ് ഈ പെറ്റി ക്യാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻ. ഫൈൻ. സോ പെറ്റി ക്യാഷ് 10,000 നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫൈൻ. പിന്നെ സെയിൽസ് ലെഡ്ജർ എക്സ്പെൻസസ് ₹1,20,000. സെയിൽസ് ലെഡ്ജർ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് റിസീവബിൾ ബാലൻസ്, ബിൽ റിസീവബിൾ അറിയില്ല, നമുക്ക് ലഭിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് സെയിൽസ് ലെഡ്ജർ ബാലൻസ് എന്ന് പറയുന്നത്. 1,20,000. സോ അത് അസറ്റ് ആണ്. സോ നമ്മളോട് കാണിച്ചു. പർച്ചേസ് ലെഡ്ജർ ബാലൻസ് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? അത് ബിൽസ് പേയബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിളിൻ്റെ ബാലൻസ് ആണ്. ഓക്കെ, അതിന് പറയുന്ന മറ്റൊരു പേരാണിത്. അപ്പോൾ 60,000. അപ്പോൾ അതെന്താണ്? അത് ലൈബിലിറ്റി ആണ്. സോ വി ഹാവ് ടു ഷോ ദാം ഇൻ ദി ക്രെഡിറ്റ് സൈഡ്. ഫൈൻ. പിന്നെ സാലറീസ് ₹24,000. അതെന്താണ്? എക്സ്പെൻസസ് ആണ്. ക്യാരേജ് ഇൻവേർഡ്സ് ₹4,000. ക്യാരേജ് ഇൻവേർഡ് ഇറ്റ് ഇസ് 4,000. അത് ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഫൈൻ. പിന്നെ ക്യാരേജ് ഔട്ട്വേർഡ് ₹6,000. അത് എവിടെയാണ് വരിക? ക്യാരേജ് ഔട്ട്വേർഡ് അത് ഇവിടെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ക്യാരേജ് ഇൻവേർഡ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇൻവേർഡ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലും ഔട്ട്വേർഡ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലായിരിക്കും വരിക. ഓക്കെ, ഫൈൻ. പിന്നെ അടുത്തത് വരുന്നത് ആരാണ്? ഡിസ്കൗണ്ട് അലൗഡ്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് കാണിക്കുക അല്ലേ. 10,000. ഡിസ്കൗണ്ട് അലൗഡ് 10,000 കാണിക്കുന്നു. പിന്നെ ബിൽഡിംഗ് ₹80,000. അതെന്താണ്? അതൊരു അസറ്റ് ആണല്ലേ. സോ അസറ്റ് നമ്മൾ കാണിക്കുന്നു 80,000. ഫൈൻ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ആണ് അല്ലേ. സോ 10,000 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഫൈൻ. പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ₹2,000. ഫൈൻ. ₹2,000 പ്രീപെയ്ഡ് ഇൻഷുറൻസ് വരുന്നത്. അപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 2,000 കാണിക്കുന്നുണ്ട്. സോ 2,000. അപ്പോൾ യൂഷ്വലി ഇൻഷുറൻസിന് എമൗണ്ട് തന്നിട്ട് ഇത്ര എമൗണ്ട് പ്രീപെയ്ഡ് ഒക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്രീപെയ്ഡ് നമ്മൾ കുറച്ച് കളയാണ് ചെയ്യാറ്. ഫൈൻ. അപ്പോൾ ഇവിടെ ഇൻഷുറൻസിന് വേറെ എമൗണ്ട് ഒന്നുമില്ല. ഇപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 2,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഇവിടുത്തെ എഴുതുന്നത് 2,000. ഡിപ്രിസിയേഷൻ 4,000 നമ്മളിവിടെ കൺസിഡർ ചെയ്യും 4,000. ഫൈൻ. പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക് 80,000. അസറ്റ് ആണ് ക്യാഷ് അറ്റ് ബാങ്ക്. അത് 80,000 നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ലോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലൈബിലിറ്റി ആണ് 66,000. ഫൈൻ. പിന്നെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ₹20,000. അപ്പോൾ ഈ സംഭവം എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞാൽ എന്താണ്? അതായത് ഓണർക്ക് അവകാശപ്പെട്ട പ്രോഫിറ്റ് ആണത്. ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്. അത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്? അത് ലോസ് ആണ്. ആസ് യു ക്യാൻ സീ ഹിയർ, നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ കാണിച്ചെന്ന ലിസ്റ്റിലെ ഇവിടെ നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. റൈറ്റ്, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. അപ്പോൾ ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആണ്. അതായത് ഡെബിറ്റ് ബാലൻസ് വരാണെങ്കിൽ അത് ലോസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് വരാണെങ്കിൽ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് ഓണർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ കിടക്കുന്ന പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രയൽ ബാലൻസിൽ കൺസിഡർ ചെയ്യുന്നു, ക്രെഡിറ്റ് സൈഡിൽ തന്നെ കൺസിഡർ ചെയ്യുന്നു. പിന്നെ വരുന്നത് ബാഡ് അപ്സ് റിക്കവർഡ് 2,000. ബാഡ് അപ്സ് നമ്മൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച സംഭവം നമുക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബാഡ് അപ്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ വർഷത്തിലായിരിക്കും, അത് ചിലപ്പോൾ ഈ വർഷമായിരിക്കും നമുക്ക് തിരികെ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബാഡ് അപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ബാഡ് അപ്സ് റിക്കവർഡ് എന്ന് പറഞ്ഞിട്ട് 2,000 നമ്മളിവിടെ കാണിക്കുന്നു. ഫൈൻ, 2,000. ഓക്കെ. പിന്നെ അടുത്തത് സ്റ്റോക്ക് അറ്റ് 31/3/2030. ഇതാരാണിത്? ഇവിടെ 2030 ആണ്, നമ്മുടെ കയ്യിൽ 2023 ആണെന്ന് തോന്നുന്നു. ഇതാരാണത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അല്ലേ. അതായത് നമുക്ക് ഫോർ ദി ഇയർ എൻഡ് 31st March 2030 ആണ് വേണ്ടത്.
നിങ്ങളുടെ കയ്യിൽ 2023 ആയിരിക്കും. അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000 തന്നിട്ടുണ്ട്. സോ നമ്മൾ 1,20,000 ഇതിനുള്ളിൽ കൺസിഡർ ചെയ്യണമോ വേണ്ടയോ? വേണം അല്ലേ? കാരണം അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിന് മൈനസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? 1,20,000 ഇതേ ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000 ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ₹10,000. അത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 10,000 കാണിക്കുന്നു. അക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 10,000 നമ്മളിവിടെ കാണിച്ചു കിട്ടുന്നതാണ്. പിന്നെ അക്രൂഡ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണ്. ലോണിനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് 4,000 ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റഡ് എക്സ്പെൻസ് ആണല്ലോ, അപ്പോൾ എക്സ്പെൻസ് നമുക്ക് ഇൻകർ ചെയ്തിട്ടുണ്ട്. ഫൈൻ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ₹20,000. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ എന്താണ്? അസറ്റ് ആണ്. സോ യു ഹാവ് ടു കൺസിഡർ ഇറ്റ്. യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ഹിയർ. ഇൻ ദ ഡെബിറ്റ് സൈഡിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഫസ്റ്റ് ഫോർ 2012. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2012 to 30 ആണ്. 12-30 ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അതിൽ ഫസ്റ്റ് ഈ ബിഗിനിങ്ങിൽ തന്നെ ഫസ്റ്റ് ഫോർ 2012 ബിഗിനിങ് ഈ ഒരു വർഷത്തിന് ആരംഭത്തിൽ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ബാലൻസ് ഉണ്ടായിരുന്നു 6,000. അതായത് നമ്മൾ ബാഡ് ഡെബ്റ്റ്സിൻ്റെ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വയ്ക്കും. അതായത് നമുക്ക് ഉറപ്പില്ല അത് കിട്ടുമില്ല എന്നുള്ള ഉറപ്പില്ല. സോ അത് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് 6,000 നമ്മൾ ഇവിടെയാണ് കാണിക്കുക. സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഒരു ലയബിലിറ്റി പോലെ തന്നെയാണ് ബാഡ് ഡെബ്റ്റ്സ് വരുന്നത്. ബാഡ് ഡെബ്റ്റ്സ് ലോസ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് നമ്മൾ എന്താണ്? അതൊരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ? സോ അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാനായിട്ട്. ഫൈൻ. ഓക്കെ, പിന്നെ അടുത്തത് അക്രൂഡ് ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 6,000. അപ്പോൾ അത് കാണിച്ചു. 6,000 കാണിച്ചു. ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു നമ്മുടെ സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥലമാണല്ലേ? സോ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് അതും വരിക. ജനറൽ റിസർവ് 20,000 നമ്മുടെ ബാലൻസ് ഷീറ്റിലാണ് അത് അപ്പിയർ ചെയ്യുക അല്ലേ? ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് നമ്മളിത് കാണിക്കാറുള്ളത്. അതായത് നമുക്ക് എങ്ങാനും സർപ്ലസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ, ഒരു വർഷത്തിലെ സർപ്ലസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഈ റിസർവിലേക്കൊക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റി വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ജനറൽ റിസർവ് 20,000. ഓക്കെ, അപ്പോൾ അതൊരു ലയബിലിറ്റി ആയിട്ടാണ്. അതായത് വെച്ചാൽ ആ ഒരു ബിസിനസ് എന്ത് ചെയ്യണം? മിസ്റ്റർ സെന്നിന് തിരികെ കൊടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയോ കൊടുക്കാനുള്ളതാണത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ കാണുന്നത്. ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആണ്. അപ്പോൾ ബാഡ് ഡെപ്റ്റ് നമ്മൾ മുന്നേ ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും, മുന്നത്തെ ഫിനാൻഷ്യൽ പീരീഡിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ബാഡ് ഡെപ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ലോസ് ആയിട്ട് ലോസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും കാണിക്കാം. ട്രയൽ ബാലൻസിൽ കേസിട്ടാണ്. ഓക്കെ, അപ്പോൾ ട്രയൽ ബാലൻസിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് അത് ലോസ് ആണല്ലോ. സോ ഡെബിറ്റ് സൈഡിലായിരിക്കും ലോസിൻ്റെ ബാലൻസ് വരിക. അപ്പോൾ അത് റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മൾ ബാഡ് ഡെപ്റ്റ് അത് റിവേഴ്സ് ചെയ്യണ്ടേ? സോ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റ്സ് റിക്കവർഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കി നോക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഗെറ്റ് 12,84,000. രണ്ട് സൈഡും ഈക്വൽ ആവണം. ഓക്കെ, മാച്ചിങ് കോൺസെപ്റ്റ് കറക്റ്റ് ആവണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കില്ലായിരുന്നുവെങ്കിൽ 1,20,000 വ്യത്യാസം വന്നേനെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഒരു കോൺസെപ്റ്റ് ഞാൻ ഈ ഒരു ഇത് പറയുമ്പോൾ പറഞ്ഞു തരാം. കോൺസെപ്റ്റ് പറഞ്ഞൊന്നുമില്ല. ചില കേസുകളിൽ നമ്മൾ രണ്ട് സൈഡും ക്വസ്റ്റ്യൻസ് തന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലും രണ്ട് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വേറെ ആൻസർ ആയിരിക്കും, ഇവിടെ വേറെ ആൻസർ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒരു 50,000 ഡിഫറൻസ് എന്ന് വിചാരിക്കാം, 10,000 രൂപ ഡിഫറൻസ് എന്ന് വിചാരിക്കും. ആ ഡിഫറൻസിന് നമ്മൾ എവിടേക്ക് മാറ്റും? എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയൽ ബാലൻസ് നമ്മൾ ആരംഭത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതായി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായി ട്രയൽ ബാലൻസ് അല്ലേ? അപ്പോൾ റൈറ്റ്, സോ ആരംഭത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ക്ലിയർ ചില അക്കൗണ്ടുകൾ ഇനിയും ക്ലിയർ ആവാനായിട്ടുണ്ട്. ചിലത് നമുക്ക് അറിയില്ല, വ്യക്തതയില്ല. അങ്ങനത്തെ എമൗണ്ടുകളൊക്കെ നമ്മൾ ഇവിടെ ഈ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ഇട്ട് വയ്ക്കും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ് ആകുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു സസ്പെൻസ് അക്കൗണ്ടിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ ആ ടോട്ടലിൻ്റെ ആ ഒരു ബാലൻസ് എമൗണ്ട് ഉണ്ടല്ലോ, ലെറ്റ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 50,000 ആണ് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇവിടെ ലെറ്റ്സ് ഇവിടെ 12 lakh ഉണ്ടായിരുന്നു, ഇവിടെ 11,50,000 ഉള്ളൂ. ഓക്കെ, സോ ആ 50,000 നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇലസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നമ്മുടെ സ്റ്റഡി മാറ്റിൽ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ലിസ്ട്രേഷൻ നമ്പർ 7 എളുപ്പമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത കാരണം നിങ്ങൾക്ക് കുറച്ച് ക്ലിക്ക് ആയിട്ടുണ്ടായിരിക്കും. ട്രയൽ ബാലൻസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഈ എക്സാമിൽ കുറച്ചുകൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഡീപ്പായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലസ്ട്രേഷൻ നമ്പർ 7 എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഗിവൻ ട്രയൽ ബാലൻസ് ഓഫ് ബേക്കറി ഫോർ ദ ക്വാർട്ടർ January to March 2022 ഹാസ് ബിൻ പ്രിപ്പയർഡ് ബൈ ആൻ ഇന്റേൺ. അപ്പോൾ ഈ പറയുന്ന ബേക്കറിയുടെ ട്രയൽ ബാലൻസ് ഒരു ഇന്റേൺ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് ചെയ്തിട്ടുള്ളത് ട്രയൽ ബാലൻസ്. അപ്പോൾ അതിൽ തെറ്റുകളുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ തെറ്റുകളൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കാനായിരിക്കും ചോദ്യം. നോക്കി നോക്കാം. യെസ്, യു ആർ ദ സീനിയർ അക്കൗണ്ടൻറ്റ് ഓഫ് ദ കൺസേൺ ആൻഡ് ഹാസ് ബിൻ ഗിവൻ റെസ്പോൺസിബിലിറ്റി ടു ചെക്ക് ദ സെയിം ആൻഡ് റീഡ്രാഫ്റ്റ് ഇറ്റ് ഇഫ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കാണ്, ഈ സംഭവം ചെക്ക് ചെയ്യണം, എന്നിട്ട് റീഡ്രാഫ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കാം. സോ ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് മാതിരിയാണ്. പക്ഷേ എന്തുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ, അത് ഞാൻ ചോദിക്കട്ടെ. എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിലുള്ളത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പ്ലസ് എന്താണ് പർച്ചേസ് ഉണ്ട്. ഓക്കെ, പ്ലസ് എന്താണ് ഉണ്ടായിരിക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ആഡ് ആണ്, പർച്ചേസിനോട് കൂടെ ആഡഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ട്രയൽ ബാലൻസിലേക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുത്ത് ഏതാണ് 7,50,000 എടുത്ത് എഴുതി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. 7,50,000 എടുത്ത് എഴുതി. ഡെബിറ്റ് സൈഡിൽ ഞാൻ എടുത്ത് എഴുതിയത്, അത് കറക്റ്റാണ് ചെയ്തത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 1,20,000 ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റാണോ തെറ്റാണോ? ഇത് തെറ്റല്ലേ. കാരണം എന്താണ്, നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് യൂഷ്വലി എഴുതി കഴിഞ്ഞ്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്തൊരു അസറ്റാണ് അല്ലേ. അപ്പോൾ അസറ്റ് നമ്മൾ എവിടെ എഴുതാം, ഡെബിറ്റ് ബാലൻസ് ആണ് എന്തുള്ളത്, അസറ്റിനുള്ളത്. മോർ ഓവർ നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി ക്രെഡിറ്റ് എഫക്റ്റ് ആണ്. കാരണം ഡെബിറ്റിൽ എഴുതേണ്ടത് നമ്മൾ മൈനസ് ചെയ്തിട്ട് ഡെബിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് എഫക്റ്റ് ആണത്. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു അത് അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ ഓൾറെഡി മൈനസ് ചെയ്തിട്ട് കിടക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മാച്ചിങ് കോൺസെപ്റ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് സൈഡിൽ 1,20,000 ഇവിടെ കൊണ്ടുവന്നിട്ട് എഴുതണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് 1,20,000 ഡെബിറ്റ് സൈഡിലാണ് കൊണ്ടുവന്ന് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,80,000 എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്നത്. കറക്റ്റാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം എന്താണ്, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് തരാനുള്ളവരാണ്. ഓക്കെ, നമുക്ക് എപ്പോഴാണെങ്കിലും കാശ് കിട്ടും. അപ്പോൾ അതൊരു അസറ്റാണ്, കിട്ടാനുള്ളതൊക്കെ അസറ്റാണ്, കൊടുക്കാനുള്ളത് എന്താണ്, ലൈബിലിറ്റിയാണ്. അപ്പോൾ ഇതെന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണോ അസറ്റിന് വരിക? അല്ല. ഓക്കെ, അപ്പോൾ അതെവിടെ എഴുതണം, അത് ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ അതും കഴിഞ്ഞു. അടുത്തത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് ഈ ഇദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ് സൺട്രി ക്രെഡിറ്റേഴ്സിനുള്ളത്. ഫൈൻ. പിന്നെ ഫിക്സ്ഡ് അസറ്റ് ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ, അതും കറക്റ്റാണ്, 1,50,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 1,80,000 സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റാണ്, അവർ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആകുമോ? അത് ഇപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റ് അല്ല. വൈ? കാരണം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ കൺസിഡർ ചെയ്തില്ലേ. അതുകൊണ്ട് പിന്നെ വീണ്ടും കൺസിഡർ ചെയ്യരുത്. അപ്പോൾ ഡബിൾ എഫക്റ്റ് കൊടുത്തില്ലേ നമ്മൾ. ഓക്കെ, ഡബിൾ അക്കൗണ്ട് ചെയ്തു. അപ്പോൾ ചെയ്യാൻ പാടില്ല. ഫൈൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് വേണ്ട, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതേണ്ട കാര്യമില്ല പുതിയ ട്രയൽ ബാലൻസിൽ. അടുത്തത് എക്സ്പെൻസ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. എക്സ്പെൻസിൻ്റെ ബാലൻസ് ഏതാ, ഡെബിറ്റ് ബാലൻസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 60,000 ക്രെഡിറ്റ്സിലല്ല വരേണ്ടത്, ഡെബിറ്റിലാണ് വരേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് ആക്കുക. സെയിൽസിൻ്റെ ബാലൻസ് അതൊരു റവന്യൂ പോലെയാണ്. സോ സെയിൽസ് ക്രെഡിറ്റ് ബാലൻസിൻ്റെയാണ് ഇൻകമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ഓക്കെ, ഫൈൻ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റലിന് വരിക, അല്ല ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റലിന് വരിക. ഇക്വിറ്റി, റൈറ്റ്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസിലാണ് വരിക. സോ 2,70,000 എഴുതിക്കുന്നത് തെറ്റാണ്. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് എഴുതണം. ഇനി ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ് നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 7,50,000 ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000 ക്രെഡിറ്റിലാണ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മളത് ഡെബിറ്റിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ അത് മാച്ചിങ് കോൺസെപ്റ്റ് കറക്റ്റായി. സൺഡേ ഡെപ്റ്റേഴ്സ് അവർ ക്രെഡിറ്റിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, അതിപ്പോൾ ഡെബിറ്റിൽ കാണിച്ചു, കറക്റ്റായി. സൺഡേ ക്രെഡിറ്റേഴ്സ് ഓൾറെഡി അവർ ക്രെഡിറ്റ് സൈഡിലാണ് കാണിച്ചിരുന്നത്. ഫിക്സ്ഡ് അസറ്റും അവർ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്, എന്ത് എക്സ്പെൻസാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ, പക്ഷേ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിപ്പോൾ കറക്റ്റാക്കി ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. സെയിൽസ് ഓൾറെഡി 9 lakh കറക്റ്റായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ക്യാപിറ്റൽ 2,70,000 അവർ ഡെബിറ്റിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ ക്രെഡിറ്റിലാക്കി. എന്നിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും എന്താവണം, കറക്റ്റ് ആവണം. ഓക്കെ, രണ്ട് സൈഡും ഈക്വൽ ആവണം. അപ്പോൾ ഇതാണ് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ.
യെസ്, അപ്പോൾ നമ്മുടെ സ്റ്റഡി മാറ്റത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസംബറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെയ്ഡ് സെക്ഷനിലാണ് അതിലുള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ട്രയൽ ബാലൻസുകളുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് അടങ്ങിയതായിരിക്കും. അപ്പോൾ ഈ അടുത്ത് നോക്കിയപ്പോൾ ഒന്നും ഡിസംബറിലെ ക്വസ്റ്റ്യനിലാണ് ഒരു ട്രയൽ ബാലൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ട്രയൽ ബാലൻസിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടത്. പിന്നെ അവിടെ നിന്ന് അങ്ങ് മൊത്തം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് റെക്ടിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസാണ്. നമ്മുടെ സ്റ്റഡി മാറ്റിലാണെങ്കിൽ റെക്ടിഫിക്കേഷൻ്റെ അങ്ങനെ ഒരു സംഭവമേ പറയുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് റെക്ടിഫിക്കേഷൻ്റെ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സെക്ഷൻ ഞാൻ സെപ്പറേറ്റ് എടുക്കുമെന്ന് പറഞ്ഞത്. ഫൈൻ. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് മുന്നായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം.